നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൂയം നക്ഷത്രം. കൈവരുന്ന എല്ലാ അവസരങ്ങളിലും വിജയിക്കാനുള്ള പരിശ്രമം ലക്ഷ്യത്തെ കാണിക്കുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അശ്രാന്ത പരിശ്രമം വിജയത്തിലെത്തിക്കും. പുതിയ കർമ്മമേഖല തേടുന്നവർക്ക്, വിദേശത്ത് ജോലി തേടുന്നവർക്ക് എല്ലാം അവസരങ്ങൾ ലഭിക്കുന്നു. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നിയമപ്രശ്നങ്ങൾ, കേസുകൾ നേരിടുന്നവർക്ക് അനുകൂലമായ വിധിയുണ്ടാകുന്നതാണ്. വിവാഹ ആലോചനകൾക്ക് തീരുമാനമുണ്ടാകുന്നതാണ്. ബാങ്ക് ജീവനക്കാർ, സ്വകാര്യ ജോലിക്കാർ തുടങ്ങിയവരുടെ ജോലിഭാരം വർദ്ധിക്കുന്നത് കുറച്ച് വിഷമമുണ്ടാക്കുമെങ്കിലും പിന്നീട് കൈവശം വരുന്ന ഉദ്യോഗ കയറ്റങ്ങളും ശമ്പള വർധനവും മറ്റ് ജീവിത സൗകര്യങ്ങളുമെല്ലാം അത്യധികം ആഹ്ലാദം തരുന്നു. നൃത്ത സംഗീത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തരാവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ നേട്ടങ്ങളാണ് ഈ വർഷം കരഗതമാകുവാൻ പോകുന്നത്. വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരാനുള്ള സാധ്യതയും വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുന്നുണ്ട്. തൊഴിൽപരമായി ഉണ്ടായ നഷ്ടങ്ങൾ സ്വപ്രയത്നം കൊണ്ട് പരിഹരിക്കാനായി സാധിക്കുന്നതാണ്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുൻപുണ്ടായിരുന്നത് എല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതായി കാണുന്നു. തൊഴിൽപരമായി മാനസിക സമ്മർദ്ദങ്ങൾ വരുമെങ്കിലും അതെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. പ്രശ്നങ്ങൾ അനവധി ഉണ്ടെങ്കിലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ പിന്തുണയും സഹായവും ഉള്ളതിനാൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അറിയാതെ സ്വസ്ഥ ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങൾക്കുള്ള സഹായങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ദാനധർമ്മ പ്രവൃത്തികൾ, വീടിൻ്റെ അറ്റകുറ്റപ്പണി, കാർഷിക കാര്യങ്ങൾ എന്നിവയ്ക്കായും പണം ധാരാളം ചിലവഴിക്കുന്നതാണ്. ദൂരദേശ തീർത്ഥയാത്ര
ബിസിനസ് സംബന്ധമായോ കർമ്മ സംബന്ധമായോ ഉള്ള മറ്റു യാത്രകൾ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതായി കാണുന്നു. സന്താനങ്ങളിലൂടെ കൈവരുന്ന സാമ്പത്തിക നേട്ടങ്ങളും കാണുന്നു. കൂടാതെ നൂതന വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ കരഗതമാകുന്നതും അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ സാധിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുന്നതായും ശുഭ്രത നിറഞ്ഞ വളരെ ദിവ്യമായ പെരുമാറ്റവും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ദേവതുല്യമായി അനുഭവപ്പെടുന്നതുമാണ്. ഈ പൂയം നക്ഷത്രക്കാർ ദേവഗണം തന്നെയാണ്. അവർ പ്രവൃത്തി കൊണ്ടും തങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ദേവതുല്യരായി മറ്റുള്ളവരുടെ മുന്നിൽ കാണപ്പെടുന്നു. ഗൃഹമാറ്റം, ജോലി മാറ്റം, കർമ്മരംഗത്തുള്ള മാറ്റങ്ങൾ, ഇതിനെല്ലാം സാഹചര്യങ്ങൾ ഈ വർഷം കാണുന്നുണ്ട്. സ്വജനവിയോഗം കാണുന്നു. സ്വജനവിയോഗം താൽക്കാലികമാണെങ്കിലും വിഷമത്തിലാക്കുന്നു. പ്രവൃത്തിയിലെ ശ്രദ്ധ സാമ്പത്തിക നേട്ടത്തിനും ജോലിയുടെ നവീകരണത്തിനും മാത്രം ആയി വിനിയോഗിക്കുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരികളും അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്. ദുർവ്യയം വരാതെ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നു. യാത്രകളിലൂടെ പകർച്ചവ്യാധികൾ പിടിപെടാം. ആരോഗ്യപരിപാലനത്തിനായി ചിട്ടയായ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ മുറകൾ ശീലിക്കാൻ ശ്രമിക്കണം. അത് നന്നായിരിക്കും. ഇനി പുരുഷന്മാരാണെങ്കിൽ ശബരിമല അമ്പലം സന്ദർശിക്കുന്നതും സ്ത്രീകളാണെങ്കിൽ ആറ്റുകാൽ അമ്പലം സന്ദർശിച്ച് മനസ്സിന് താല്പര്യം തോന്നുന്ന വഴിപാടുകൾ നടത്തുന്നതും കുടുംബത്തിലുള്ള മുതിർന്ന പിതൃതുല്യരായവരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതും ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇനിയോ പിതൃകർമ്മങ്ങൾക്കുള്ള അർഹതയും അതെല്ലാം പിതൃക്കൾക്ക് വളരെ തൃപ്തികരമായ വിധത്തിൽ ചെയ്യുവാനും സാധിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷത്തിലും പുരോഗതിയിലും അഭിമാനം കൊള്ളുകയും ഭാവി ജോലി ബിസിനസ് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതായും കാണുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.